നമസ്കാരം. ഓം ഓം ഓം. കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം സപ്തമ സർഗഃ. 7-ാം സർഗത്തിലെ 12 ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു. ഇപ്പോൾ ശ്രീരാമലക്ഷ്മണന്മാർ സീതയോടൊന്നിച്ച് സുതീഷ്ണാശ്രമത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പം മുനിമാരെല്ലാം ശ്രീരാമനോട് അവർ നേരിടുന്ന കഷ്ടപ്പാടുകളെപ്പറ്റി അറിയിക്കുന്നു. അസുരന്മാരിൽ നിന്നും അവർ വലിയ ഉപദ്രവമാണ് അനുഭവിക്കുന്നത്. അവരെ രക്ഷിച്ചുകൊള്ളാമെന്ന് ശ്രീരാമൻ വാക്ക് കൊടുക്കുന്നു. അങ്ങനെ അപ്പോൾ മഹർഷി പറയുകയാണ്, ഞാൻ അങ്ങയെ കാത്തിരിക്കുകയായിരുന്നു. ഈ ഭൂമിയിൽ ദേഹം വെടിഞ്ഞിട്ട് ദേവലോകത്തിലേക്ക് പോകാതിരുന്നത് അങ്ങയെ കാത്തിരുന്നത് കൊണ്ടാണ്. ദേവേന്ദ്രൻ എന്നെ അവിടേക്ക് ക്ഷണിച്ചതാണ് എന്നൊക്കെ മഹർഷി ശ്രീരാമനെ അറിയിക്കുമ്പോൾ ശ്രീരാമൻ എന്താണ് അതിനുത്തരം പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ശ്ലോകം 13. തമുഗ്രതപസം ദീപ്തം മഹർഷിം സത്യവാദിനം പ്രത്യുവാചാത്മവാൻ രാമോ ബ്രഹ്മാണം ഇവ വാസവ. ഉഗ്രതപസ്വിയും കാന്തിമാനും സത്യവാദിയുമായ മഹർഷിയോട് ഇന്ദ്രൻ ബ്രഹ്മാവിനോടെന്ന പോലെ ആത്മവാനായ രാമൻ പ്രതിവചിച്ചു. ശ്ലോകം 14. അഹമേവാഹരിഷ്യാമി സ്വയം ലോകാൻ മഹാമുനെ ആവാസം ത്വഹമിച്ഛാമി പ്രതിഷ്ഠമിഹ കാനനെ. മഹാമുനെ, ഞാൻ തന്നെത്താൻ ആ ലോകങ്ങൾ ഏറ്റുവാങ്ങിക്കൊള്ളാം. ഇവിടെ ഈ കാനനത്തിൽ എനിക്ക് വാസത്തിനൊരു പ്രദേശം അങ്ങ് നിർദ്ദേശിച്ചു തന്നാൽ കൊള്ളാം. ശ്ലോകം 15. ഭവാൻ സർവത്ര കുശല സർവഭൂതഹിതേ രതഃ ആഖ്യാതം ശരഭംഗേന ഗൗതമേന മഹാത്മനാ. ഗൗതമനായ ശരഭംഗ മഹാത്മാവ് എന്നോട് അരുൾ ചെയ്തിട്ടുണ്ട്, അങ്ങ് എന്തിനുമേതിലും നിപുണനാണെന്ന്, സർവഭൂതഹിതേരഥനാണെന്നും പറഞ്ഞിട്ടുണ്ട്. ശ്ലോകം 16. ഏവമുക്തസ്തു രാമേണ മഹർഷിർലോകവിശ്രുതഃ അബ്രവീൻ മധുരം വാക്യം ഹർഷേണ മഹദായുധഃ. ശ്ലോകം 16ൻ്റെ അർത്ഥം. ഇങ്ങനെ രാമൻ പറഞ്ഞപ്പോൾ ലോകവിശ്രുതനായ മഹർഷി വലിയ ഹർഷത്തോടെ മധുരമായി ഇപ്രകാരം ഉര ചെയ്തു. ശ്ലോകം 17. അയമേവാശ്രമോ രാമ ഗുണവാൻ രമ്യതാമിതി ഋഷി സംഘാനുചരിത സദാ മൂലഫലൈരുതഃ. ശ്ലോകം 17ൻ്റെ അർത്ഥം. ഈ ആശ്രമം എല്ലായ്പ്പോഴും ഫലമൂലങ്ങളുള്ളതാണ്, വസിക്കാൻ പറ്റിയതുമാണ്. രാമ, ഋഷിസംഘം വസിക്കുന്ന ഈ ആശ്രമത്തിൽ സുഖമായി വസിക്കുക. ശ്ലോകം 18. ഇമമാശ്രമമാഗമ്യ മൃഗസംഘാമഹീയസഃ അഹത്വാ പ്രതിഗച്ഛന്തി ലോഭയിത്വാ കുതോ ഭയാഃ. വലിയ കൂട്ടം മാനുകൾ ഈ ആശ്രമത്തിൽ വന്ന് ആരെയും ഉപദ്രവിക്കാതെ മനസ്സിളക്കി തിരിച്ചു പോകും.
18 ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് കഴിഞ്ഞു. ലോക സമസ്ത സുഖിനോ ഭവന്തു.